സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഫസ്റ്റ് കാർഡ് ഒരു ക്യാരക്ടറിൻ്റെ കറണ്ട് സിറ്റുവേഷൻ. നമുക്ക് ക്യൂൻ ഓഫ് വാൺസ് ആണ്. ക്യൂൻ ഓഫ് വാൺസ് പറഞ്ഞാൽ തൻ്റെ പാഷൻ്റെ ലോകത്തെ ഒരു ക്യൂൻ്റെ എനർജിയിൽ വന്ന് നിൽക്കുന്ന ഒരു ലേഡിയാണ്. ഒരു പക്ഷേ പുരുഷനും ആവാം. അവർ ഹൈലി ഫോക്കസ്ഡ് ആണ്, കോൺഫിഡൻ്റ് ആണ്. അവരുടെ മുമ്പിലുള്ള ബ്ലാക്ക് കാറ്റ് അവരുടെ സക്സസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവർ ഹാർഡ് വർക്ക് ആണ്, ഡെഡിക്കേഷൻ കൊണ്ട് അവർ ഒരു സക്സസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറുകയാണ്. മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സക്സസ്സാണ് ഇവർക്കുള്ളത്. പക്ഷേ ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇത് ടെമ്പറൻസ് ഉള്ള കാർഡാണ്. മേജർ ആർക്കാന കാർഡാണ്. യൂണിവേഴ്സൽ ഡിസിഷൻ്റെ കാർഡാണ്. എന്താണ് ടെമ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മിതത്വം വേണം. അതായത് കാമാവാം, പ്രാക്ടിക്കലാവാം, അതേസമയം ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഹൈലി ഇൻഡ്യൂട്ടീവാണ് ഇവർ. ഒരു ഏഞ്ചൽ ഫിഗറൊക്കെയാണ്. പക്ഷേ ഇവർക്ക് ഒരുപക്ഷെ ഈഗോ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യും പവർ ഉണ്ടാവും. അതുകൊണ്ട് ഇവർ കാമാവണം, പ്രാക്ടിക്കലാവണം, അതേ സമയത്ത് ഇവർ ഗ്രൗണ്ടഡ് ആവണം, മിതത്വം പാലിക്കണം എന്നുള്ളതാണ് ഇവർക്കുള്ള ഗൈഡൻസ്. എന്തിനാണ് ഇവർ ഫോക്കസ് ചെയ്യേണ്ടത്? ടെൻ ഓഫ് കപ്സ് പറഞ്ഞാൽ ഒരു ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അവരെ എൻജോയ് ചെയ്യണ ഒരു കാർഡാണത്. അതായത് റിലേഷൻഷിപ്പിൽ ഒരു കണ്ടൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ ഒരു സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഇവർക്ക് ഫോക്കസ് എന്നുള്ള കാർഡ്. ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.